Good morning, friends. Welcome to my new vlog. ഇന്നിവിടെ ഭയങ്കര മഴയാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര തണുക്കണം. അപ്പൊ ഞാൻ ഒരു തരം തണുപ്പൊരു ഉള്ളൻ ടൈപ്പ് ഒരു ഡ്രസ്സാണ് ഞാൻ പെട്ടിരിക്കുന്നത്. എന്താ അറിയില്ല, ഭയങ്കര മഴ പെയ്തു. ഇന്നലെ ഞങ്ങള് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനിടാം വീഡിയോ എന്തിനാ പോയത്. हेलो हाय बहुत दिन हो गया ना, 16 के लिए आए थे या अच्छे लेयर कट देना उसको अच्छे से. हाँ, लेयर कट चाहिए उसको पूरा अच्छे से लेयर देना, फुल लेयर लेयर लेयर. हाँ या लेयर्स ओनली राइट. 2 इंच कट कर देना, 2 इंच. ओके चलो 2 इंच. लेयर मीन्स यू आप करते हैं ना लेयर कट नॉर्मली. हाँ, अच्छे से लेयर देना उसको. ओके हाँ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ എടുക്കാം ചെയ്യണത്. ഐശുവിൻ്റെ ഹെയർ കട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഐശുവിൻ്റെ ഇപ്പം ഹെയർ വാഷ് കഴിഞ്ഞ് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. കുറച്ച് നന്നായി കട്ട് ചെയ്യണം, കാരണം കഴിഞ്ഞ തവണ ഇപ്പോൾ അവൾ 2-3 months ബാക്ക് ദുബായിൽ നിന്ന് ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഒട്ടും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് കണ്ടപ്പോൾ കട്ട് ചെയ്തോന്നേ തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടിപ്പോൾ ഞാൻ നല്ലോണം ഒത്തിരി 2 ഇഞ്ചിലേറെ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു കട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഹെയർ കട്ടും കൂടി ഉണ്ട്, കുറച്ച് ടൈം എടുക്കും. ഇയാളുടെ അടുത്ത് തന്നെ ഞാൻ മുമ്പ് എപ്പോഴും വരാറുള്ളത്. ഇയാളുടെ പേര് ജോൺ എന്നാണ്. അപ്പം ഞാൻ എൻ്റെ മുടിയുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ്, കെരട്ടിൻ ട്രീറ്റ്മെൻറ്റ്, അതായത് സിസ്റ്റീൻ ചെയ്യാൻ ഞാൻ എപ്പോഴും ഇയാളുടെ അടുത്ത് തന്നെ വരാറുള്ളൂ. നന്നായി ചെയ്യുന്ന ആളാണ്. ഞങ്ങളെപ്പോഴും ഇവിടെ വരും. ആക്ച്വലി പനമ്പള്ളിയിലുണ്ട് ടോണിയൻ കൈ, പക്ഷെ അവിടെ ചെയ്യണവരെ എനിക്ക് അത്ര ഇഷ്ടമല്ല, അവിടെ അത്ര നന്നായിട്ട് ചെയ്യാറില്ല. അതുകൊണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് എൻ്റെയും കട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ കുറേ ആയി, ഏകദേശം ഒരു 1 year ആയി ഞാൻ ഹെയർ കട്ടേ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനും ഇപ്പോൾ ഇത്തിരി ഹെയർ കട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഐശുവിൻ്റെയും ബർത്ത്ഡേ മന്താണ്. ഇപ്പോൾ ഗൗതു ഇവിടെ ഇല്ല എന്തായാലും, എന്നാലും ഗൗതുവിൻ്റെയും എല്ലാം സെലിബ്രേഷൻ മന്ത് അല്ലേ. ഇപ്പോൾ ഡിസംബറിൽ എന്തായാലും ഒരു ഗ്രൂമിങ് ഒക്കെ നല്ലതാണ്. ഡിസംബറിൽ ചെയ്യണ ഒരു ന്യൂ ഇയറിലേക്ക് നമ്മൾ കുറച്ച് ഗ്രൂംഡായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ലതല്ലേ. വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ കുറേ ടൈം പിടിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഐശുവിൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഇനി എൻ്റെ എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത്. ഐശുവിൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ട് ഷോർട്ടും ആയിട്ട് ഭയങ്കര നന്നായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എൻ്റെ വാഷ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ കട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അധികം കുറയും പാടില്ല, അധികം കൂടുതലാവാൻ പാടില്ല. കട്ട് ഉണ്ട് എന്ന് കാണണം, ആ രീതിയിലാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നത്. भी टाइम अच्छा से मिलेगा, मुझे भी टाइम अच्छा से मिलेगा।
ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. How do you feel? Do you like your haircut? കുഴപ്പമില്ലല്ലോ. Go stand there. ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ കേക്ക്, ചോക്ലേറ്റ് സാധനങ്ങളാണ്. അമ്മയാണെങ്കിൽ ഡയറ്റിലും. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഡയറ്റിലാണ്. പക്ഷെ എനിക്ക് കൺട്രോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു, 2 പീസ് വെച്ചിട്ട്. പിന്നെ ഒരു ക്യാൻഡീസ് ഒരു 100 ഗ്രാം. എത്ര ഡയറ്റില്ല പറഞ്ഞാലും വീക്ക്നെസ് ആണ് സ്വീറ്റ്സ്. ഹെയർകട്ടൊക്കെ കഴിഞ്ഞു. There's a very nice Christmas setup at Brown Hair. So let's go see what's there inside. Nice, right? ഫോട്ടോ എടുത്തോളൂ. അപ്പോൾ ഈ മന്ത് എൻ്റെ ഡോട്ടേഴ്സിൻ്റെയൊക്കെ ബർത്ത്ഡേ മന്താണ്. 2 ഡോട്ടറിൻ്റെയും ബർത്ത്ഡേ മന്ത്, ഫെസ്റ്റിവിറ്റിയുടെ മന്താണ് ഡിസംബർ. പിന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ. സോ ഡിസംബർ ഈസ് വെരി സ്പെഷ്യൽ ടു us. ആൻഡ് നോട്ട് ഓൺലി അസ്, എവ്രി വൺ. ന്യൂ ഇയർ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ സുഖല്യായി ആസ് യൂഷ്വൽ എല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ പ്രതീക്ഷയോടെ ഇനിയൊരു ഇയറിന് വിട്ടു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇയർലി പ്രഡിക്ഷൻസ് ഒക്കെയാണ് ഇപ്പോൾ ഞാൻ ഡേ ടു ഡേ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ജ്യോത്സ്യന്മാർ കുറേ പ്രഡിക്ഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ 2025 ഒരാളുടെ കേൾക്കും, അത് കഴിഞ്ഞ് അടുത്ത കേൾക്കും. ഏതാ വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല. സ്റ്റിൽ ഞാൻ എല്ലാം കാണും. എനിക്ക് ഭയങ്കര അസ്ട്രോളജി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്ക് അസ്ട്രോളജിയൊക്കെ ഇഷ്ടമാണോ? പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ട്. കുക്കിംഗ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അധികം അങ്ങനെ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. വെയിറ്റ് മാനേജ്മെൻ്റ് ഉള്ളതുകൊണ്ട് അത്ര അധികം ടൂ മച്ച് അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാറില്ല. പക്ഷേ ഈ മന്ത് എന്തായാലും കുറേ കഴിക്കേണ്ടി വരും. അതായത് ഈ മന്ത് ബർത്ത്ഡേ കേക്ക് കഴിക്കേണ്ടി വരും, ക്രിസ്മസിൻ്റെ കേക്ക് കഴിക്കേണ്ടി വരും, ന്യൂ ഇയറിൻ്റെ കേക്ക് കഴിക്കേണ്ടി വരും. ഇതാണ് എൻ്റെ ക്രിസ്മസ് ട്രീ. ഇത് ഞാൻ കാണിച്ചത്. ഇത് ഞങ്ങളുടെ 10 കൊല്ലമായിട്ടുള്ള ഡെക്കോറാന്ന് പറയാം. ഞങ്ങളിതുവരെ ഡെക്കോറൊന്നും മാറ്റിയിട്ടില്ല, ബോൾസും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ന്യൂ കുറേ വന്നിട്ടുണ്ട് എല്ലായിടത്തും. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് ഇത് ചേഞ്ച് ചെയ്യാറുള്ളത്. ഇപ്പോൾ എന്നാലും എനിക്ക് തോന്നുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഗ്രേ ബ്ലൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ റെഡ് വിൻഡോ ഇട്ടു, ക്രിസ്മസിൻ്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ്. പിന്നെ ഡോറിലും വെച്ചിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. ഇതാണ് ഇവിടെ നല്ല വ്യൂ. ഞങ്ങളുടെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്. ആ കാണുന്നത് ഷിപ്പ് യാർഡാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഷിപ്പ് യാർഡാണ് ആ കാണുന്നത്. അങ്ങനെ സൂക്ഷിച്ച് നോക്കി അവിടെ നമുക്ക് കടല് കാണാം. കുറേ ഷിപ്പൊക്കെ പോവാറുണ്ട്. ഭയങ്കര സൈറണൊക്കെ കേൾക്കാറുണ്ട് ഷിപ്പ് പോണത്. അപ്പോൾ
ഇപ്പോൾ റീഫിൽ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ദോഹയിൽ നിന്ന് ചെയ്തായിരുന്നു. ഈ നെയിൽസ് അവിടെ ഭയങ്കര നന്നായിട്ട് തന്നെ ചെയ്യണം. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ കിട്ടും.